ഈ കേസ് എത്രത്തോളം ഗൗരവത്തിലാണ്? പ്രത്യേകിച്ച് ഒരു MLA-യുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത് എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അത് തന്നെയാണ് കേസിന്റെ ഏറ്റവും ഗൗരവതരമായ കാര്യം. കാരണം പൊതുമുതൽ നശിപ്പിച്ചതിനാണ് പോലീസ് നേരത്തെ PV അൻവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത്. ഇത് ജാമ്യമില്ലാ കുറ്റമാണ്. പൊതുമുതൽ നശിപ്പിക്കുന്ന നിയമത്തിന്റെ 3(1) വകുപ്പ് അനുസരിച്ചാണ് കേസെടുത്തത്. ഇത് 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്, ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്, തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇത് ജാമ്യമില്ലാ കുറ്റമായി ആണ് നിയമം കണക്കാക്കുകയും ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഇക്കാര്യത്തിൽ ജാമ്യം ലഭിക്കണമെങ്കിൽ തന്നെ പ്രോസിക്യൂഷന്റെ മറുപടി കൃത്യമായി കേൾക്കണം എന്നത് നിയമത്തിൽ തന്നെ പറയുന്ന നിർബന്ധമാണ്. മാത്രമല്ല, ജാമ്യം അഥവാ കോടതി ജാമ്യം നൽകിയാൽ മതിയായ ഈ തകർത്ത മുതലിന് തുല്യമായ തുകയുടെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ അതിന് തക്കതായ ജാമ്യം കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ ഈ പ്രതികൾക്ക് ഇത്തരം പൊതുമുതൽ നശിപ്പിക്കുന്ന കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയൂ. അങ്ങനെയാണ് ജാമ്യ വ്യവസ്ഥ എന്നത് എല്ലാ കോടതികളും നൽകുകയും ചെയ്യുന്നത്. നിയമം അനുശാസിക്കുന്ന കാര്യം കൂടിയാണ് ഇത്. ഈ PV അൻവറിന്റെ കാര്യത്തിൽ PV അൻവർ നിലവിൽ MLA ആണ്. നിലവിൽ MLA ആയതുകൊണ്ട് തന്നെ അത്തരമൊരു MLA എന്ന നിലയിലുള്ള പ്രത്യേക പരിരക്ഷ ലഭിക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം. അത്തരമൊരു പരിരക്ഷ ലഭിക്കില്ല എന്നാണ് ഭരണഘടനയുടെ അനുച്ഛേദം 194 തന്നെ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 105 അനുസരിച്ച് പാർലമെന്റ് അംഗങ്ങൾക്കും 194 അനുസരിച്ച് അതത് സംസ്ഥാനങ്ങളിലെ നിയമസഭാ അംഗങ്ങൾക്കുമാണ് പ്രത്യേക പരിരക്ഷ എന്നത് നിർവചിച്ചിട്ടുള്ളത്. പക്ഷേ അത് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്ന നിയമസഭാംഗങ്ങൾക്ക്, ജനപ്രതിനിധികൾക്ക് ആ പരിരക്ഷ ബാധകമല്ല. അറസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പോലീസിന് അറസ്റ്റ് ചെയ്യാം. അക്കാര്യത്തിൽ സ്പീക്കറുടെ മുൻകൂർ അനുമതി ഒരു നിയമസഭാ അംഗത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമില്ല എന്നതാണ് ഭരണഘടനയിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യാൻ മുൻകൂർ അനുമതി ആവശ്യമുള്ളത് സിവിൽ കേസുകളിൽ മാത്രമാണ്. PDPP എന്നത് പൊതുമുതൽ നശിപ്പിച്ചു എന്നത് ക്രിമിനൽ കേസാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു മുൻകൂർ അനുമതി ആവശ്യമില്ല. പക്ഷേ നിയമസഭാംഗം എന്ന നിലയിൽ സംസ്ഥാന പോലീസോ മറ്റേതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയോ ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്താൽ ആ ജനപ്രതിനിധി ഏത് സഭയിലെ അംഗമാണോ ആ സഭയുടെ അധ്യക്ഷനെ രേഖാമൂലം അന്വേഷണ ഏജൻസിയുടെ തലവൻ അറിയിക്കണം എന്നതാണ് ഭരണഘടന നിർദ്ദേശിക്കുന്ന നിയമം, അല്ലെങ്കിൽ അതാണ് നിയമം. അതുകൊണ്ട് തന്നെ ഇന്ന് PV അൻവറിനെ പോലീസ് അല്പസമയത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്താൽ ആ അറസ്റ്റ് ചെയ്തതിന് ശേഷം അറസ്റ്റിന്റെ കാര്യം, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു, അതിന്റെ കാരണം ഉൾപ്പെടെയുള്ളവ സ്പീക്കറുടെ ഓഫീസിനെ അന്വേഷണ ഏജൻസി, അതായത് പോലീസിന്റെ തലവൻ, സംസ്ഥാന പോലീസ് മേധാവി, DGP സ്പീക്കറുടെ ഓഫീസിനെ അറിയിച്ചാൽ മതിയാകും. അതാണ് ഭരണഘടനയുടെ അനുച്ഛേദം 194 നിർവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവറിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു MLA-ക്ക്, ഒരു ജനപ്രതിനിധിക്കും ഈ ഭരണഘടന പറയുന്ന പ്രത്യേക പരിരക്ഷ ക്രിമിനൽ കേസുകളിൽ ബാധകമല്ല എന്നതാണ് ഭരണഘടന തന്നെ വ്യക്തമാക്കുന്നത്. ആകെ ആ രീതിയിലുള്ളൊരു പ്രത്യേക പരിരക്ഷ ഏതെങ്കിലും രീതിയിൽ ബാധകമാണ് എങ്കിൽ അത് സിവിൽ കേസുകളിൽ മാത്രമാണ്. അത് നിയമസഭ ചേരുന്ന കാലയളവിൽ അറസ്റ്റ് പാടില്ല. അത് സിവിൽ കേസുകളിൽ നിയമസഭാ അംഗങ്ങളെ, പാർലമെന്റ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിന് സഭ ചേരുന്ന ദിവസത്തിന് 40 ദിവസം മുൻപുള്ള കാലയളവിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. സഭാ സമ്മേളന കാലയളവിലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. സഭാ സമ്മേളനം അവസാനിച്ചതിന് ശേഷമുള്ള 40 ദിവസക്കാലവും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഈ പാർലമെന്റ് അംഗങ്ങൾക്കും നിയമസഭാ അംഗങ്ങൾക്കും ലഭിക്കുന്ന പ്രത്യേകമായ പരിരക്ഷ. അത് സിവിൽ കേസുകളിൽ മാത്രമാണ്. ക്രിമിനൽ കേസുകളിൽ അത്തരമൊരു പരിരക്ഷ ഒരു ജനപ്രതിനിധിക്കും ലഭിക്കുകയുമില്ല. ക്രിമിനൽ കേസുകളിലാണ് എങ്കിൽ അവർ നിയമസഭാ കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ നിയമസഭാ സമുച്ചയത്തിന്റെ പരിധിക്ക് 4 അതിർത്തിക്ക് ഉള്ളിലാണ് എങ്കിൽ, തിരുവനന്തപുരത്തെ നിയമസഭാ സമുച്ചയത്തിന്റെ ആ അതിർത്തിക്കുള്ളിൽ ആണ് എങ്കിൽ അവിടെ കടന്ന് പോലീസിന് അറസ്റ്റ് ചെയ്യാനാകില്ല. നിയമസഭാ അംഗം അല്ലെങ്കിൽ PV അൻവർ അതിനുള്ളിലാണ് എങ്കിൽ അറസ്റ്റ് ചെയ്യാനാവില്ല. അവിടെ കടന്ന് നിയമസഭയുടെ പരിധിക്കുള്ളിലേക്ക് കടക്കണമെങ്കിൽ സ്പീക്കറുടെ അനുമതി വേണം. അങ്ങനെ കടന്ന് അറസ്റ്റ് ചെയ്യണമെങ്കിലും സ്പീക്കറുടെ അനുമതി വേണം. ഇക്കാര്യത്തിൽ നിയമസഭയുടെ ആ പരിധിക്ക് പുറത്താണ് PV അൻവർ. അതുകൊണ്ട് തന്നെ PV അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് സംസ്ഥാന പോലീസിന് ഏതെങ്കിലും രീതിയിൽ നിയമപരമായ തടസ്സങ്ങളില്ല. പക്ഷേ ആ രീതിയിൽ അറസ്റ്റ് ചെയ്താൽ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത്
സംസ്ഥാന പോലീസ് മേധാവി അല്ലെങ്കിൽ ആ അന്വേഷണ ഏജൻസിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സ്പീക്കറുടെ ഓഫീസിനെ രേഖാമൂലം അറിയിക്കണം. അങ്ങനെ അറിയിക്കുമ്പോൾ അറസ്റ്റിന്റെ കാരണം എന്താണ്, ഏത് കേസിലാണ് അറസ്റ്റ് ചെയ്തത്, ഏത് വകുപ്പാണ്, എന്ത് കുറ്റമാണ് ആ MLA-ക്കെതിരെ, ജനപ്രതിനിധിക്കെതിരെ ചുമത്തിയത്, എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്നടക്കമുള്ള കാരണങ്ങളാണ് അക്കാര്യത്തിൽ സ്പീക്കർക്ക് നൽകുന്ന അറിയിപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടത്.